മക്കൾക്ക് തമിഴ് പാട്ടുകൾ ഭയങ്കര ഇഷ്ടമാണ്. തമിഴും ഹിന്ദിയും, ഇംഗ്ലീഷാണ് ഏറ്റവും ഇഷ്ടം. അപ്പോൾ അവർ നമ്മുടെ സൂര്യ ഫാൻസാണ് രണ്ടുപേരും. സൂര്യ നെഞ്ചുക്കുൾ പെയ്തിടും അതൊക്കെ അവൻ തന്നെ ഗിറ്റാറ് വായിച്ച് തന്നെ പഠിച്ചു. അപ്പം അത് നമ്മളത് കേൾക്കുമ്പോൾ നമുക്ക് സന്തോഷമാണല്ലോ. മോൻ ഗിറ്റാർ വായിച്ച് പാടുമ്പോൾ അത് ഭയങ്കര ടഫാണ് ആ ഗിറ്റാറിൻ്റെ. അപ്പം അതവൻ പഠിച്ച് വായിച്ച് കേൾപ്പിക്കുമ്പോഴൊക്കെ അപ്പം ഞാനത് കേൾക്കും, പാട്ട് അവൻ പാടുന്നത് മിസ്റ്റേക്ക് ഉണ്ടോയെന്നൊക്കെ അറിയണമല്ലോ. അപ്പം അങ്ങനെ റെക്കോർഡൊക്കെ കേട്ട് പഠിച്ചിട്ടുണ്ട് പാട്ടുകൾ. പിന്നെ കൊച്ച് കീർത്തനമോളും പാടാൻ തുടങ്ങിയപ്പോൾ ഞാൻ അവളുടെ സ്കൂളിലെ പാട്ടുകൾ അങ്ങനെയൊക്കെ അവർ ഇങ്ങനെ അതിൽ വന്നു തുടങ്ങിയപ്പോഴാണ് ഞാനും കുറച്ചൊന്ന് ഉണർവായത് പാട്ടിനോട്. പാട്ട് കേൾക്കാതെ ഇരുന്ന കുറെ സമയം ഉണ്ടായിരുന്നു, ഒറ്റ പാട്ട് പോലും കേൾക്കില്ല. എന്താ കാര്യം, വിവരം വെച്ച് തുടങ്ങി, അറിവ് വന്നു തുടങ്ങിയപ്പോൾ പാട്ട് കേൾക്കാണ്ടായി. അത് കേൾക്കുമ്പോൾ ഒരു വിഷമം വരും. എന്ന് വെച്ചാൽ ഒരു 50% പാടിയിരുന്ന ഒരാൾ എന്ന് വയ്ക്കുക, ഒരു 1% പോലും പറ്റാത്തൊരവസ്ഥ വരുമ്പോൾ നമുക്ക് എന്തായിരിക്കും അതെങ്ങനെയാണ് വർണ്ണിക്കേണ്ടതെന്ന് അറിയില്ല. അപ്പോൾ നമുക്ക് കേൾക്കാൻ തോന്നില്ല. വെറുതെ ആ വിഷമങ്ങൾ തന്നെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും മനസ്സിലേക്ക്. പാട്ട് ഇപ്പോൾ എൻ്റെ ഒരു പാട്ട് ഇപ്പോൾ ഇവിടെ പ്ലേ ചെയ്താൽ നിങ്ങളത് ആസ്വദിക്കും അല്ലേ, പാട്ട് കേൾക്കും. ഞാൻ അനുഭവിച്ച കാര്യങ്ങളായിരിക്കും ഞാൻ ചിന്തിക്കുക. ആ പാട്ടിൻ്റെ പിന്നിൽ ഞാൻ എങ്ങനെയായിരുന്നു, എങ്ങനെയാണ് പാടിയത്, ഏത് സ്റ്റുഡിയോ, ആരുടെ ലിറിക്സ്, ഞാനത് പഠിച്ച സീൻ, അതൊക്കെ ആയിരിക്കും എൻ്റെ മനസ്സിൽ വരിക. അപ്പോൾ വീണ്ടും ഞാൻ ആ വിഷമത്തിലേക്ക് പോകും. അതുകൊണ്ടാണ് ഞാൻ എൻ്റെ പാട്ടുകൾ കേൾക്കാത്തത്. പിന്നെ ജാനകിയമ്മയുടെ സുശീലമ്മയുടെ ഒക്കെ പാട്ടുകൾ തീരെ കേൾക്കില്ല എന്ന് പറയാൻ കാരണം അതൊക്കെ ഞാൻ സ്റ്റേജിൽ പാടിയിരുന്നതാണേ. ആ പാട്ടുകൾ അതും കേൾക്കാൻ പറ്റില്ല. അതും കേൾക്കുമ്പോൾ ഞാൻ പോണതെല്ലാം എൻ്റെ ഫ്ലാഷ് ബാക്കിലേക്കാണ്. അപ്പം അതെന്നെ വിഷമിപ്പിക്കുമല്ലോ. എന്തിനാ അങ്ങനെ വിഷമിക്കണം, അതിൻ്റെ ആവശ്യമില്ല. അപ്പം എനിക്ക് നിറച്ച് സന്തോഷങ്ങളാണ് വീട്ടിൽ. പിന്നെ ഞാൻ വെറുതെ അത് കേട്ട് വിഷമിക്കേണ്ട കാര്യമില്ലല്ലോ. ഞാൻ എൻ്റെ മക്കളുടെ കൂടെ ഇരുന്ന് സന്തോഷിക്കേണ്ട സമയം ഞാനൊരു മുറിയുടെ അകത്ത് പാട്ടും കേട്ട് വിഷമിച്ചിരുന്ന് കളയാൻ എനിക്കിഷ്ടമുണ്ടായിരുന്നില്ല. ഞാൻ ജീവിക്കുകയായിരുന്നു. അപ്പം എൻ്റെ മക്കളുടെ കൂടെ ഞാൻ ജീവിച്ചു. അവർക്ക് ഫുഡ് ഉണ്ടാക്കി കൊടുക്കും, അവരുടെ കാര്യങ്ങൾ നോക്കും, ചെടികൾ നോക്കും, അവരുടെ കാര്യങ്ങൾ. എൻ്റെ വീട്ടിലെ കാര്യങ്ങൾ ഒരു സാധാരണ വീട്ടമ്മ എന്തൊക്കെ ചെയ്യും അതൊക്കെ ചെയ്യും. അതാണ് ഞാൻ. പാട്ട് എന്നുള്ളത് വരുമ്പോൾ അത് സ്റ്റുഡിയോയുടെ ഉള്ളിലല്ലേ. എനിക്ക് നല്ല എന്താ പറയുക, ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് തന്നെ 2 മക്കള് നല്ല മക്കളാണ്, സ്നേഹമുള്ള മക്കളാണ്. അപ്പോൾ ഞാൻ ആ സമയത്ത് ഇങ്ങനെയൊക്കെ ചിന്തിച്ചിട്ടുണ്ട്. ഞാൻ ആ സമയത്ത് ഭയങ്കര തിരക്ക് പിടിച്ച് പാടി നടന്ന് എനിക്ക് എൻ്റെ മക്കളെ ഇത്രയും കെയർ കൊടുത്ത് ഇത്രയും സൂക്ഷിക്കാൻ എനിക്ക് പറ്റില്ലായിരുന്നു. എനിക്ക് അവർ ആ വളർന്നു വരുന്ന അവരുടെ സ്വഭാവ രൂപീകരണത്തിൻ്റെ സമയത്തൊക്കെ എനിക്ക് അവരുടെ ഒപ്പം ഉണ്ടാകാൻ പറ്റി എന്നുള്ളത് ഭയങ്കര വലിയൊരു കാര്യം. അത് ചെറിയൊരു കാര്യമായിട്ട് ചിലർക്ക് തോന്നും കേൾക്കുമ്പോൾ. എനിക്കത് ചെറുതല്ല. ഞാൻ വളരെയധികം സന്തോഷിച്ച് അവരോടൊപ്പം ഞാൻ ജീവിച്ചു. അതൊരു വല്ലാത്ത സന്തോഷം. പറഞ്ഞു കൊടുക്കാൻ ശബ്ദം വേണ്ടേ? ഇപ്പം നമ്മൾ പറഞ്ഞൊന്നും കൊടുക്കണ്ട. അവർക്ക് ടാലൻ്റ് ഉണ്ടെങ്കിൽ അവർ തന്നെ പഠിച്ചോളൂ. അത് പാടി കഴിഞ്ഞിട്ട് ഒന്നും പറഞ്ഞില്ല, ഒന്ന് ചിരിച്ചേ ഉള്ളൂ. മെഡിക്കലി ആ സിറ്റുവേഷൻ എന്താണെന്ന്
കണ്ടുപിടിച്ചിട്ടുണ്ട്. എന്തുകൊണ്ടാണ്? മെഡിക്കലി പ്രൂവൺ ആണോ? അല്ല. അല്ല. ഈ ഒരുപാട് ആദ്യം പറഞ്ഞ പോലെ ദൈവം തന്നൊരു ഗിഫ്റ്റാണ് ഈ ശബ്ദം. അത് അതേപോലെ ഒരു സമയത്ത് പെട്ടെന്ന് തിരിച്ചെടുക്കപ്പെടുകയും ചെയ്തു. അതിനെ എങ്ങനെ സർവൈവ് ചെയ്ത് പുറത്തേക്ക് വന്നത്? എൻ്റെ കൂടെ എന്നെ താങ്ങാൻ ഒരുപാട് പേരുണ്ടായിരുന്നു. ഒരുപാട് പേര് മീൻസ് എൻ്റെ ഫാമിലി. അതിനു മുമ്പ് എൻ്റെ അപ്പച്ചൻ, അമ്മച്ചി, എൻ്റെ ഫാമിലി എന്ന് ഞാൻ പറഞ്ഞത് ഇപ്പോഴത്തെ എൻ്റെ ഫാമിലി. അന്ന് കല്യാണം കഴിഞ്ഞിട്ടില്ല. കല്യാണത്തിന് മുൻപാണ് എൻ്റെ ശബ്ദം പോണത്. കല്യാണം ഉറപ്പിച്ച് വെച്ചിരുന്ന സമയത്താണ് ശബ്ദം പോയത്. അങ്ങനെ അപ്പച്ചനും അമ്മച്ചിയും അറിയാമല്ലോ, നമുക്ക് ഒരു അസുഖം വന്നാൽ അതിന് വേണ്ടി എന്തൊക്കെ നമ്മൾ മാക്സിമം എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ നമ്മൾ ചെയ്യുമല്ലോ. അറിവുള്ളവരോട് ചോദിക്കും. അപ്പോൾ അവരുടെ അഡ്വൈസിൽ നമ്മൾ പല സ്ഥലങ്ങളിലും പോകും, പല ഡോക്ടേഴ്സിനെ കാണും. അതൊക്കെ ഇങ്ങനെ നടക്കുന്നുണ്ട്. പക്ഷെ ആ സമയത്ത് എൻ്റെ ചേച്ചിയുടെ കല്യാണം. അപ്പം എൻ്റെ ട്രീറ്റ്മെൻറ്റ് ചെന്നൈയിലാണ്. അപ്പോൾ എന്നെ നോക്കാൻ ശരിക്കും ആരുമില്ല, ആങ്ങളമാരൊന്നുമില്ല എനിക്ക്. ചേച്ചിമാരെല്ലാവരും നാട്ടിലാണ്. അപ്പോൾ ആ സമയത്ത് എന്നെ എന്താ പറയുക, കാവൽ മാലാഖമാരെന്ന് പറയണോ എന്ത് പറയണമെന്ന് എനിക്കറിയില്ല. മനു, സിംഗർ മനു അണ്ണനും അദ്ദേഹത്തിൻ്റെ വൈഫും എന്നെ അവരുടെ വീട്ടിൽ താമസിപ്പിച്ച് ട്രീറ്റ്മെൻറ്റ് എടുത്തുകൊണ്ടിരുന്നു. ENT കണ്ടു. പിന്നെ എന്താണ്, ഗ്യാസ്ട്രോ എൻട്രോളജിസ്റ്റിനെ കണ്ടു. പല ഡോക്ടേഴ്സിനെയും നമ്മൾ കണ്ടു. അപ്പം എന്ന് വെച്ചാൽ വയറിൻ്റെ പ്രശ്നങ്ങളാണോ എന്നറിയണം. അത് ഓരോരുത്തരുടെ അടുത്ത് ചെല്ലുമ്പോൾ ഈ ടെസ്റ്റ് ചെയ്യണം, ഈ ടെസ്റ്റ് ചെയ്യണം, നമ്മൾ ഇപ്പോൾ ഉള്ള പോലെ തന്നെ. അപ്പം അങ്ങനെ പല ടെസ്റ്റുകളും ചെയ്യും. പക്ഷെ അതിലൊക്കെ എല്ലാം നോർമലാണ്. പിന്നെ എന്ത് എന്നുള്ളത്, അപ്പോൾ ആ സമയത്ത് എന്താണോ അസ്വസ്ഥത അതിനുള്ള മരുന്ന് കഴിക്കും. അങ്ങനെയാണ് ട്രീറ്റ്മെൻറ്റ് ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ എനിക്ക് എന്നെ ഒരു കോട്ട കെട്ടി അതിൽ സൂക്ഷിച്ച പോലെയാണ് മനോണ്ണൻ്റെ വീട്ടിൽ എന്നെ ഞാൻ സംരക്ഷിക്കപ്പെട്ടത് എന്ന് പറയാം. അത്രയും അവർ എന്നെ അവരുടെ വീട്ടിലെ ഒരു കുഞ്ഞിനെ അവർ നോക്കുന്ന പോലെ എന്നെ അവർ സൂക്ഷിച്ചു. വളരെ സ്പിരിച്വൽ ആണ്. ഇത്തരം ജീവിതാനുഭവങ്ങൾ അതിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ടോ? ദൈവത്തിൽ ഒരുപാട് ആശ്രയിക്കുക. തീർച്ചയായിട്ടും ദൈവത്തിൽ ആശ്രയിക്കാതെ നമുക്ക്, ഞാനിപ്പോൾ ഇങ്ങനെ ഇരിക്കില്ല. പണ്ട് മുതലേ പഠിപ്പിച്ചിട്ടുള്ളതും അങ്ങനെയാണല്ലോ. നമുക്ക് തന്ന കഴിവ് ദൈവം തന്നതാണ്, ദൈവം തന്നതാണ്, ദൈവം തന്നതാണ് എന്ന് നമ്മൾ കേട്ടാണ് വളരുന്നത്. ഓരോ യാത്രയിലും എന്തെങ്കിലുമൊക്കെ ഒരു ഇൻസിഡൻറ്റ്, ചെറിയ ചെറിയ ഇൻസിഡൻസ് വരുമ്പോൾ ഒക്കെ ദൈവത്തിൻ്റെ കാര്യം പറഞ്ഞിട്ടാണ് അപ്പച്ചനെ ഓരോന്ന് തന്നെ പഠിപ്പിക്കണത്. ഓരോ നല്ല കാര്യങ്ങളും കാണുമ്പോൾ അത് ദൈവത്തിൻ്റെ. അങ്ങനെയാണ് ഞാൻ ജീവിച്ചിട്ടുള്ളതും ഞാൻ അറിഞ്ഞിട്ടുള്ളതും. എൻ്റെ അനുഭവങ്ങളും അങ്ങനെ തന്നെയാണ്. അപ്പോൾ എന്താ പറയുക, ഇത് ശബ്ദം പോയി കഴിഞ്ഞപ്പോൾ ശരിക്കും നമ്മൾ ഇങ്ങനെ ഒരു ഇത്രയും സമയമെടുക്കും ശബ്ദം തിരിച്ചു വരാൻ നമ്മൾ അറിയുന്നില്ലല്ലോ. ഇപ്പം ഈ നാളെ എന്ത് നടക്കും, നാളത്തെ കഴിഞ്ഞ് എന്ത് നടക്കും നമുക്ക് ചിന്തിക്കാനും പറ്റില്ല. ഇന്നത്തെ കാര്യം, നാളത്തെ കാര്യം, അങ്ങനെയല്ലേ. അപ്പോൾ നമ്മൾ അറിയണില്ല ഇത്രയും കാലഘട്ടങ്ങൾ ഞാൻ ഇതിലൂടെ കടന്നു പോകണം എന്നൊന്നും അറിയണില്ല. അപ്പോൾ അപ്പച്ചനും അമ്മച്ചിയും തീർച്ചയായിട്ടും വളരെയധികം വിഷമിച്ച സമയങ്ങളാണത്. എന്നും വെളുപ്പിന് 4 മണിക്ക് എഴുന്നേക്കും രണ്ടുപേരും. ഞാൻ പ്രയർ റൂമിലിരുന്ന് കരഞ്ഞ് പ്രാർത്ഥിക്കും അപ്പച്ചനും അമ്മച്ചിയും. അങ്ങനെ ഒരു കുറേ കാലഘട്ടങ്ങൾ അങ്ങനെ ഉണ്ടായിരുന്നു. പിന്നെ എന്താ പറയുക, കല്യാണം ഉറപ്പിച്ച് വെച്ചേക്കായിരുന്നല്ലോ. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ചേട്ടൻ വിളിക്കും, ദുബായിലായിരുന്നു അന്ന്. വിളിക്കും, അങ്ങനെ സംസാരിക്കും, സമാധാനിപ്പിക്കും. പിന്നെ ചേട്ടൻ്റെ അപ്പച്ചൻ വരും, അമ്മച്ചി വരും. കല്യാണം അന്ന് നടന്നിട്ടില്ല, അപ്പോൾ അവർ ഞങ്ങളെ വിസിറ്റ് ചെയ്യാൻ വരും. അങ്ങനെയൊക്കെ നമ്മളോട് ഏറ്റവും അടുത്ത ആൾക്കാർ അപ്പോൾ ഏറ്റവും സപ്പോർട്ടായിട്ട് ഉണ്ടായിരുന്നു എൻ്റെ കൂടെ. പിന്നെ കല്യാണത്തിന് ശേഷം അപ്പച്ചന് ഒരുപാട് അസ്വസ്ഥതകളുണ്ടായിരുന്നു. ഹാർട്ട് പേഷ്യൻ്റ് ആയിരുന്നു. അപ്പോൾ അപ്പച്ചൻ മരിച്ചു. ഞാൻ മോനെ കൺസീവായിരിക്കുമ്പോൾ അപ്പച്ചൻ പോയതിന് ശേഷം പിന്നെ ചേട്ടനാണല്ലോ എല്ലാ കാര്യങ്ങളും ചെയ്യണമല്ലോ. അപ്പോൾ
സത്യം പറഞ്ഞാൽ എനിക്ക് കണ്ണില്ലാത്ത പോലെ ആയിപ്പോയി. അപ്പച്ചൻ പോയ എനിക്കൊന്നും അറിയില്ലല്ലോ. എല്ലാം അപ്പച്ചനാണ്. എനിക്ക് വേണ്ടതെല്ലാം ഞാൻ പാടിയാൽ മാത്രം മതി, ഞാൻ വേറെ ഒന്നും ചെയ്യണ്ട. എല്ലാ അപ്പച്ചനും അമ്മച്ചിയാണ് ചെയ്യണേ. അങ്ങനെയുള്ള ഒരാൾക്ക് അങ്ങനെ പെട്ടെന്ന് അപ്പച്ചന് ഇല്ലാതാവുന്ന ഒരവസ്ഥ. പക്ഷെ എന്നെ താങ്ങാൻ എൻ്റെ ഹസ്ബൻഡ് ഉണ്ടായിരുന്നു. ഞാനിപ്പോൾ ഇവിടെ ഇങ്ങനെ ഇരിക്കണതും അദ്ദേഹം എന്നെ, അപ്പച്ചി എന്നെ എങ്ങനെ കൊണ്ടു നടന്നു അതിലും ഉപരിയായിട്ട്, അത് പൊക്കി പറയണതല്ല, ഇത്രയും അസുഖങ്ങളുള്ള ഒരു ഭാര്യനെ വർഷങ്ങളോളം രോഗിയായിട്ട് ഇരിക്കുന്ന ഒരു ആളെ ഇത്രയും നാളും ഒരു മുഷിപ്പില്ലാതെ സൂക്ഷിക്കുക എന്ന് പറഞ്ഞാൽ അത് ചെറിയ കാര്യമല്ലല്ലോ. ഞാനിപ്പോൾ ഇങ്ങനെ ഇരിക്കുന്നുണ്ടെങ്കിലും എനിക്ക് ഒരുപാട് അസുഖങ്ങളുണ്ട്, അസ്വസ്ഥതകളുണ്ട്. ഇതൊക്കെ ഡെയിലി കാണുന്ന ആളും അനുഭവിക്കുന്ന ആളും എൻ്റെ ഹസ്ബൻഡല്ലേ. ശബ്ദമില്ലാത്ത ഗായികനെ കല്യാണം കഴിച്ച് ആ ശബ്ദമില്ലായ്മയിലൂടെ പോയി ശബ്ദം തിരിച്ചു വരാൻ എന്തെല്ലാം ചെയ്യണമോ അതെല്ലാം ചെയ്ത് ഒരു മടുപ്പും കൂടാതെ അതെനിക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റും. കാരണം ഞാനത് അനുഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ എന്നെ കാണുകയല്ലേ. അത് ഒരു പുകഴ്ത്തി പറച്ചിലല്ല, അത് അനുഭവമാണ്. എൻ്റെ കേൾക്കുന്നവർക്ക് ഇതൊരു കഥയായിട്ട് കേൾക്കാം, പക്ഷെ എനിക്കിതെൻ്റെ ലൈഫല്ലേ. അതിൽ ഞാനിങ്ങനെ ചിരിച്ചിരിക്കണമെങ്കിൽ എന്നെ എത്രമാത്രം കെയർ ചെയ്യുന്നുണ്ടാവും എൻ്റെ ഹസ്ബൻഡ്. അതൊരു വലിയ, എല്ലാവർക്കും കിട്ടാത്ത ഒരു ഭാഗ്യം എന്ന് പറയാം, അല്ലെങ്കിൽ അനുഗ്രഹം എന്ന് പറയാം. എനിക്കതിന് പറയാൻ വാക്കുകളില്ല ശരിക്കും. അതുപോലെ തന്നെ എൻ്റെ മക്കളും എൻ്റെ സഹോദരങ്ങളും ചേട്ടൻ്റെ സഹോദരങ്ങളും എല്ലാവരും അങ്ങനെ തന്നെയാണ് എനിക്ക്. അതാണ് ഞാൻ പറഞ്ഞത്, ഞാൻ ഒരിക്കലും അങ്ങനെ ശബ്ദം പോയല്ലോ, എനിക്ക് പാടാൻ പറ്റിയില്ലല്ലോ എന്ന് വിഷമിച്ച സമയങ്ങളുണ്ട്. പക്ഷെ ഇപ്പം എനിക്കങ്ങനെ വിഷമമല്ല. ഞാൻ ശരിക്കും ഞാൻ ആയിരിക്കുന്ന അവസ്ഥേനെ അംഗീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോണ ആളാണ്. എനിക്ക് ഈ അവസ്ഥയിൽ എനിക്ക് കിട്ടാവുന്നതിൽ ഏറ്റവും ബെസ്റ്റാണ് എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഓരോ ദിവസവും. പിന്നെ ഞാൻ എന്തിനാണ് അങ്ങനെ, എനിക്ക് അയ്യോ പാടാൻ പറ്റിയില്ലല്ലോ എന്ന് ഞാൻ അങ്ങനെ ചിന്തിക്കേണ്ട ഒരു കാര്യമില്ല. എൻ്റെ ലൈഫിൽ അങ്ങനെ ഇല്ല. പാടാൻ കിട്ടുന്ന അവസരം എനിക്ക് നന്നായിട്ട് പാടാൻ പറ്റിയാൽ ഞാൻ സന്തോഷിക്കുന്നു, സന്തോഷമാണ് എനിക്ക്. പക്ഷെ എനിക്കത് കിട്ടിയില്ലല്ലോ എന്ന്, കിട്ടാത്ത ഒരു കാര്യത്തിനെ കുറിച്ച് ഞാൻ ആവലാതിപ്പെടേണ്ട കാര്യമില്ല. എനിക്കുള്ള സന്തോഷങ്ങൾ നഷ്ടപ്പെടുത്തിക്കൊണ്ട് അത് കണ്ടില്ല എന്ന് വെച്ചുകൊണ്ട് ഞാൻ ഇരിക്കേണ്ട കാര്യമില്ലല്ലോ. ഞാൻ സന്തോഷത്തിലാണ്. എൻ്റെ മക്കളെ പ്രതി, എൻ്റെ ഭർത്താവിനെ പ്രതി, എൻ്റെ ഫെസിലിറ്റീസിനെ കുറിച്ച്, ഇതെല്ലാം എനിക്ക് ഞാൻ എങ്ങനെ ആയിരുന്നോ സിനിമയിലെത്തുന്നതിന് മുൻപ് അതിൽ നിന്നും വളരെ മികച്ച രീതിയിലാണ് ഞാനിപ്പോൾ ആയിരിക്കുന്നത്. പിന്നെ ഞാൻ വിഷമിക്കേണ്ട കാര്യമില്ലല്ലോ.